എൻ്റെ പേര് കവിത. കവിതാസ് പോസിറ്റീവ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ രാവിലെ എപ്പോഴും ചിന്തിക്കുമോ ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ആകെ കൂടെ നമുക്കൊരു കൺഫ്യൂഷനാണ്. ഡെയിലി എന്തോ എല്ലാവരുടെ ഇഷ്ടത്തിന് എന്തുണ്ടാക്കും. അപ്പം ഡെയിലി നമ്മൾ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കും, ദോശ, അപ്പം, പുട്ട്, ഇതൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ദോശ, അത് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് ഇന്ന് കാണിക്കാം. ഇന്ന് നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: പരിപ്പ്, കണ്ടോ പരിപ്പ്, ഇത് ഇത് എല്ലാ ടൈപ്പ് പരിപ്പും കൂടെ മിക്സാണ്, തൊലിയോടുകൂടി. ഉഴുന്നുണ്ട്, മറ്റേ ചുമന്ന പരിപ്പുണ്ട്, സാമ്പാർ പരിപ്പുണ്ട്, കടലപ്പരിപ്പ്, ഇതെല്ലാത്തിൻ്റെയും കൂടെ മിക്സാണ്, തൊലിയോട് കൂടിയാണ്. ഇത് കുതിർത്ത് കഴിയുമ്പം ഇതിൻ്റെ പകുതിയും മുക്കാലും തൊലി അങ്ങ് പോകും. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനത്തെ പരിപ്പ്. ഓക്കെ, പിന്നെ പച്ചരി വേണം, ഉലുവ, റാഗി പൗഡർ വേണം. അത് ലാസ്റ്റ് ചേർത്താൽ മതി, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിന് ചെറിയ കപ്പിന് 2 കപ്പ് പരിപ്പ്, വലിയ കപ്പിന്, അപ്പം ഇതിൻ്റെ വലിയ കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്, വലിയ കപ്പിന് 2 കപ്പ് പച്ചരി, നമ്മുടെ സാധാരണ പച്ചരി, ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അരയ്ക്കുന്ന സാധാരണ പച്ചരി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉലുവ. അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് ഒരു 6 hours നന്നായിട്ട് കുതിരാൻ വെക്കുക. ഓക്കെ, ഇത് കുതിർന്നതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക. ഓക്കെ, അത് കഴുകി കഴിഞ്ഞപ്പം കണ്ടോ, അതിൻ്റെ തൊലി കുറേയൊക്കെ തൊലി പോയി, കുറച്ചൊക്കെ അത് ഇരിപ്പുണ്ട്, അത് കുഴപ്പമില്ല. തൊലി ഇരുന്നാലും കുഴപ്പമില്ല, അത് ഫൈബറല്ലേ. അപ്പം ഇതിലേക്ക് 2 സ്പൂണ് റാഗിയുടെ പൊടി, 2 സ്പൂൺ ഇടണം. 2 സ്പൂൺ ഇടുക. എന്നിട്ട് നെകക്കെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ നമ്മൾ ഇത് നന്നായിട്ട് അരയ്ക്കുക. ദോശയുടെ പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കുക. ഇതുപോലെ മിക്സിയിൽ നന്നായിട്ട് അരച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് ദോശ ബാറ്റർ പോലെ അത്രയും വെള്ളം വേണം. ദോശ ബാറ്റർ പോലെ തന്നെയാണ്, അത്രയും വെള്ളം വേണം. ഇത് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം. ഇൻസ്റ്റൻറ്റ് ദോശയാണ് ഇത്. പുളിക്കങ്ങനെ ദോശ ഒഴിക്കാൻ പാകത്തിന് അരച്ചെടുക്കണം. ഇത് പുളിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത് അപ്പം തന്നെ ഉണ്ടാക്കാം. എളുപ്പമാണ്, അരച്ച് അന്നേരം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇതുപോലെ നല്ലതായിട്ട് പരത്തി നമുക്ക് മുകളിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. ദോശ നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡി. കണ്ടോ, ഇത്ര വലിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡി. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഇത് നല്ല തേങ്ങാ ചമ്മന്തിയുടെ കൂടെ, അല്ലെങ്കിൽ നല്ല ടൊമാറ്റോ ചമ്മന്തിയുടെ കൂടെ ഒക്കെ ഈ ദോശ കഴിക്കാൻ നല്ല രുചിയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്.